Hi, Namaste. Welcome back to my channel WinTrader. മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് മോർണിംഗിൽ തന്നെ നമ്മുടെ സ്കാനർ വഴി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൊമെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഇന്ന് ഡോക്ടർ റെഡ്ഡി മോർണിംഗിൽ തന്നെ നമുക്ക് പ്രോഫിറ്റിലേക്ക് വന്നിരുന്നു. അതേപോലെ LNGക്ക് ഒരു നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മാരുതിക്ക് വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പം അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സിപ്ലയ്ക്ക് രാവിലെ തന്നെ ഒരു മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സ്റ്റോക്കിൽ നമുക്ക് രാവിലെ തന്നെ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പം ACCക്ക് നോക്കുകയാണെങ്കിൽ ACCക്ക് ഇന്ന് നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നെ മോർണിംഗിൽ ഉണ്ടായിരുന്നു. പിന്നെ ഡിക്സൻ്റെ ഉണ്ടായിരുന്നു, ഡിക്സന് നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ സ്റ്റോക്കിൽ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് നോക്കുമ്പോൾ രാവിലെ തന്നെ നമുക്ക് കാണത്തില്ല. നമ്മൾ ട്രേഡ് എടുക്കാൻ ചിലപ്പോൾ വേറൊരു സ്റ്റോക്കിലേക്ക് നമുക്ക് നോക്കുമ്പോഴായിരിക്കും ഈ സ്റ്റോക്കുകൾക്ക് മൊമെൻറ്റ് നമുക്ക് കാണാതെ പോകുന്നതും നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ട്രേഡ് കിട്ടുന്നതും. അപ്പോൾ അതുപോലെ കഴിഞ്ഞ് കഴിഞ്ഞ മൊമെൻറ്റ് നമുക്കൊരു കാര്യമില്ല. നമുക്ക് ആ കറക്റ്റ് മൊമെൻറ്റിൽ തന്നെ നമുക്ക് ആ ബ്രേക്ക് ഔട്ട് പോകുന്ന പോർഷനിൽ ഇപ്പോൾ ഈ ഡോക്ടർ റെഡ്ഡി തന്നെ ഇപ്പോൾ സിക്ലസ് കൺഫേം ആയി സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ക്യാൻഡിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ ആ പോർഷനോട് നമ്മൾ ആ കാര്യമില്ല. കാരണം ആ മൊമെൻറ്റ് കഴിഞ്ഞ് പോയിട്ട് പുൾ ബാക്ക് എടുത്തിട്ടും താഴേക്ക് മൊമെൻറ്റ് കയറി ഇറങ്ങിയിട്ട് ഓൾറെഡി പ്രോഫിറ്റിലേക്ക് ബുക്കായ മൊമെൻറ്റ് എടുത്തിട്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പോൾ ആ കറക്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ആ ബ്രേക്ക് ഔട്ട് പോകുന്ന പോർഷനിൽ നമുക്ക് ഈ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കിൽ വോളിയം സ്റ്റോക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനർ നിങ്ങളെ സഹായിക്കും. സ്കാനർ 1.1 എന്ന് പറഞ്ഞ സ്കാനർ നിങ്ങളെ കറക്റ്റ് സഹായിച്ചത്. അപ്പോൾ ഈ സ്കാനർ ഉപയോഗിക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് നമ്മുടെ വിൻട്രേഡിൻ്റെ സോഫ്റ്റ്വെയർ 2 തരത്തിലെ സ്കാനറുണ്ട്. അപ്പോൾ എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാം, കറക്റ്റായിട്ട് പിക്ക് ചെയ്യാം എന്നുള്ള ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ലൈവ് ഡെമോ നിങ്ങൾക്ക് സ്വയം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനറിനെ കുറിച്ചും പിന്നെ 8 സ്ട്രാറ്റജിയെക്കുറിച്ചും കൂടുതലായിട്ട് നിങ്ങൾക്ക് ലൈവ് സെക്ഷനിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പരും ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് ഞാൻ കാണിക്കുന്ന ഡോക്ടർ റെഡ്ഡിയുടെ മൊമെൻ്റാണ്. അപ്പോൾ എങ്ങനെ ഈ ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ വർക്കൗട്ട് ആകുന്നതെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഡോക്ടർ റെഡ്ഡിക്ക് നോക്കുകയാണെങ്കിൽ ലൈവ് റേറ്റ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്തൊരു സെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ സെല്ല് വന്ന ടൈം മേലിൽ കൊടുത്തിട്ടുണ്ട്. 9:30 എൻട്രി പോയിന്റും 3 ടാർഗറ്റുകളും. അതിൽ 3 കൂടെ നമുക്ക് ഒന്നിച്ച് എടുക്കണം നിർബന്ധമില്ല. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ആയെങ്കിൽ അവിടെ എക്സിറ്റ് അടിച്ച് പോകാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് നല്ല സിഗ്നൽസ് വന്ന് പെട്ടെന്ന് കൺഫേം ആയി പോവുകയാണെങ്കിൽ നമുക്ക് 3 ടാർഗറ്റ് അടിക്കാം. അപ്പോൾ ഒരു ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് നേടാം. അപ്പോൾ ഏതൊക്കെ സിഗ്നൽസ് നമുക്ക് അതുപോലെ 3 ടാർഗറ്റ് എടുക്കാം എന്നുള്ളതും അതേപോലെ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ സെൽ സിഗ്നൽ വന്ന് അപ്രോക്സിമേറ്റ് 9:30 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സിഗ്നൽസ് കൺഫേം ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതായത് സിഗ്നൽസ് പെട്ടെന്ന് ചാടിക്കറി എടുക്കരുത്. നമുക്ക് സിഗ്നൽസ് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഈ സെൽ സിഗ്നലിൻ്റെ സെല്ല് വരുമ്പോൾ നമുക്ക് താഴെ റെഡ് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ താഴെ റെഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സെല്ല് വന്നതിന് ശേഷം താഴെ ഇവിടെ റെഡ് വന്ന് താഴെയും റെഡ് വന്നിട്ടുണ്ട് ആ സമയത്ത്. അപ്പം സെക്കൻഡ് ക്യാൻഡിൽ നമുക്കതെല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ നമുക്ക് പോർഷൻ നമുക്ക് എടുക്കാം. അവിടെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ആട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 150 പോയിന്റ്സിൽ അടിച്ച് നമുക്ക് നല്ല രീതിയിൽ ഹ്യൂജ് ഡൗണിലേക്ക് പോയൊരു മൊമെൻ്റ് ആയിരുന്നു ഇന്ന് ഡോക്ടർ റെഡ്ഡിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു, ബൈ പോയിട്ടില്ല. ഒരുപാട് സൈഡ് വേസ് കഴിഞ്ഞ് പിന്നെ എഗെയിൻ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് കയറാൻ തുടങ്ങിയ സമയത്താണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. സെയിം ഇതേപോലെ തന്നെ മാരുതിക്ക് നോക്കുകയാണെങ്കിലും മാരുതിക്ക് ഇന്നലത്തെ ബൈ കണ്ടിന്യൂവേഷൻ പോയിട്ട് വൺ സൈഡ് ആയിരുന്നു. നമുക്കൊരു സെൽ സൈഡിലേക്ക് പോയിട്ടേ മാർക്കറ്റ് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടിച്ചടിച്ച് കയറുമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ പോകുന്നതുകൊണ്ട് നമുക്ക് റീ എൻട്രി സജഷൻ വെയിറ്റ് എന്നുള്ള സ്ഥലത്ത് റീ എൻട്രി വരികയും ചെയ്യും. അപ്പോൾ ആ പോർഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ വെച്ചിട്ട് നമുക്ക് സ്വയം എടുക്കാം, അല്ലെങ്കിൽ റീ എൻട്രിക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ LND നോക്കുകയാണെങ്കിലും ഇതേ ബൈ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ മാർക്കറ്റ് രാവിലെ കയറിയിട്ട് കുറച്ചൊന്നും ഇറങ്ങിയിട്ട് പിന്നെയും തിരിച്ച് കയറി. അത് കഴിഞ്ഞ് വന്ന സെല്ല് മാർക്കറ്റ് ഇറങ്ങിയിട്ട് പക്ഷെ ഒരുപാട് സെല്ലിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ സെല്ല് ഇവിടെ വന്നത് ഇതിൻ്റെ ഈ ബൈ സിഗ്നൽ ആക്ച്വലി തിരിഞ്ഞിറങ്ങാനുള്ള പോർഷനാണ്. പക്ഷേ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ താഴെ ഗ്രീൻ ആയിരുന്നു. അപ്പം സെല്ലിലേക്ക് മാറിയത് ഈ പോർഷൻ എന്നാണ്. ഇവിടെ നിന്ന് കുറച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു വലിയൊരു ട്രെൻഡിങ് മൊമെൻറ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും സെല്ല് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം ഇത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുന്നത്, അതായത് ഈ വോളിയം സ്റ്റോക്കുകളൊക്കെ നമുക്ക് മോർണിംഗിൽ തന്നെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഈ സ്കാനർ 1.1 വഴിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്കാനറിൽ നമുക്ക് ഈ കറണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെയും ഗോൾഡിൻ്റെയൊക്കെ മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് 3 ഗ്രീൻ വരുന്നതൊക്കെ നല്ല സ്ട്രോങ് ബൈ ആണ്, 3 റെഡ് വരുന്നത് സ്ട്രോങ് സെല്ല്. അപ്പോൾ സെല്ലിലേക്ക് പോകുമ്പോൾ 3 റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആണെന്നർത്ഥം. അപ്പോൾ ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം കറക്റ്റ് മൊമെൻറ്റ്, നല്ല മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിനകത്ത് അതായത് ചാർട്ടിലെല്ലാം നോക്കിയില്ലെങ്കിൽ നമ്മുടെ സ്കാനർ നമുക്കൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ ആഡ് ചെയ്ത് വെച്ചിട്ട് ഒരു വ്യൂ കിട്ടും. അപ്പോൾ സ്ട്രോങ് ആണ്, അത് മാത്രം നമുക്ക് വാച്ച് ചെയ്ത് ആ ട്രേഡ് നമുക്ക് മിസ് ചെയ്യാതെ നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പം ഇത് ലൈവിൽ സ്വയം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുന്നതെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ 1.2 സ്കാൻ ഉണ്ട്. അതിനകത്ത് ഇതിനേക്കാളും വ്യത്യസ്തമാണ്. അതിനകത്ത് സിഗ്നൽസ് ബൈ ആണോ സെല്ലാണോ എന്നുള്ള എല്ലാ സിഗ്നൽസും, അതായത് ഏത് ടൈം ഫ്രെയിമിൽ വന്നിരിക്കുന്ന സിഗ്നൽസും സൈഡിൽ നിങ്ങൾക്ക് ജനറേറ്റ് ആയി മാറും. ഇത് 1.1 സ്കാനാണ്. 1.2 സ്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിഗ്നൽസ്, ഈ ന്യൂ സിഗ്നൽ ജനറേറ്ററിൻ്റെ അവിടെ സിഗ്നൽസ് നമ്മൾ ജനറേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ലൈവ് സെക്ഷനിലൂടെ കറക്റ്റായിട്ട് നമുക്ക് നോക്കി ചെയ്യാനും പറ്റും. എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസിന് കൂടുതൽ ഡീറ്റെയിൽസിന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റോക്സ് മാത്രമല്ല, നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് ആക്ച്വലി കമ്മോഡിറ്റി മാർക്കറ്റും വർക്ക് ആവുന്നുണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളത് നമ്മൾ വെക്കേണ്ട ടൈം ഫ്രെയിം ഇന്നത്തെ ഗോൾഡിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വെക്കേണ്ട ടൈം ഫ്രെയിം 30 മിനിറ്റാണ്. 30 മിനിറ്റാണ് നമുക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ ഇപ്പോഴും പൈതന്നെ കണ്ടിന്യൂഷൻ പോയിരിക്കുകയാണ്. അപ്പോൾ സിഗ്നൽസ് കൺഫേംഡ് ആണ്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നേരെ കയറുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ നമ്മളൊക്കെ അവിടെ നമ്മുടെ എടുത്ത പോർഷൻ നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. മാർക്കറ്റ് പൈലേക്ക് ഇനി തിരിച്ച് കയറും. ഓക്കെ, അപ്പോൾ ഗ്രീൻ കളർ കണ്ടിന്യൂഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അവിടെ എക്സിറ്റ് ചെയ്യേണ്ട പോർഷൻ ഒന്നുമില്ല. ഞാനിപ്പോൾ സ്റ്റോക്കിൻ്റെ പറഞ്ഞിരിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഇന്ന് ഫോളോ അപ്പ് ചെയ്യാം. നമുക്ക് ടൈം ഫ്രെയിം വെക്കേണ്ട മാത്രം വ്യത്യാസമാണ്. കമ്മോഡിറ്റിയാണ് 15, പുറത്ത് മാർക്കറ്റാണ് 30 മിനിറ്റ്സ്, 30 അല്ലെ 1 അവർ. ഈ ടൈം ഫ്രെയിം വെച്ച് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരു ആക്യുറസിയോടുകൂടി നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.